സുജിത ഉച്ചയ്ക്ക് 1:45 ജി മാർട്ടിൽ തീപിടുത്തമുണ്ടായത്. ജി മാർട്ടിൻ്റെ തൊട്ടടുത്തുള്ള പുതുതായി പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോഡൗണിൽ നിന്നാണ് തീ പിടിച്ചത്. ഇവിടെ നിന്നും പിടിച്ച തീ തൊട്ടടുത്ത ഷോറൂമിലേക്ക് പടരുകയായിരുന്നു. ഏകദേശം കോടിക്കണക്കിന് രൂപയുടെ പ്രാഥമിക നഷ്ടമാണ് കണക്കാക്കപ്പെടുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമികമായി പോലീസ് നമ്മോട് പറയുന്നത്. ഗോഡൗണിന് അടുത്തായി പാർക്ക് ചെയ്തിരുന്ന ഒരു കാർ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. തീപിടുത്തം നടക്കുന്ന സമയത്ത് ഷോറൂമിൻ്റെ ജീവനക്കാരും തന്നെ ഗോഡൗണിൽ ഇല്ലായിരുന്നു. പക്ഷേ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ ഷോറൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പെട്രോൾ പമ്പുണ്ട്. ഇവിടേക്ക് തീ പടരാതിരിക്കാൻ വേണ്ടി പോലീസും ഫയർഫോഴ്സും കിണഞ്ഞ് ശ്രമിക്കുകയാണ്. ഫയർഫോഴ്സിൻ്റെ 6ഓളം യൂണിറ്റുകളാണ് ഇപ്പോൾ തീ അണയ്ക്കാൻ വേണ്ടി കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഷോറൂമിനകത്തുള്ള ടിവിയും ഫ്രിഡ്ജും മറ്റ് ഗൃഹ ഉപകരണങ്ങളും ഇപ്പോൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും തീ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ദേശീയപാത 17ലെയും 47ലെയും ഗതാഗതം ഭാഗികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഇവിടെ വൻ ഗതാഗത കുരുക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഏതായിരുന്നാലും ഫയർഫോഴ്സിൻ്റെ 5 യൂണിറ്റുകളും പോലീസും നാട്ടുകാരും ചേർന്ന് തീപിടുത്തം അണയ്ക്കുവാനുള്ള കഠിനമായ പരിശ്രമത്തിലാണ്. കൃത്യമായി എത്ര രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞ് മാത്രമേ നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. സുജിത.